പ്രസിദ്ധീകരിച്ച കോൺഗ്രസ് ഭാരവാഹി പട്ടികയെ ചൊല്ലിയും പാർട്ടിയിൽ പ്രതിഷേധം പുകയുകയാണ്. സ്ഥിരമുഖങ്ങൾക്ക് വീണ്ടും സ്ഥാനമാനങ്ങൾ നൽകിയതല്ലാതെ പുതുമുഖങ്ങളെയും പാർട്ടിക്കായി കഠിന പ്രയത്നം നടത്തിയവരെയും അവഗണിച്ചുവെന്ന പരാതിയാണ് ശക്തമാക്കുന്നത്. ഇന്നലെ വരെ കോൺഗ്രസിന്റെ ശക്തനായ വിമർശകനായിരുന്ന സന്ദീപ് വാര്യരെ പോലെയുള്ളവർക്ക് അനർഹമായ തരത്തിൽ സ്ഥാനം നൽകിയെന്ന വിമർശനവും ഉയരുന്നുണ്ട്. മാത്രമല്ല, ഇന്നലെ പുറത്തിറക്കിയ ജംബോ പട്ടികയെ ചൊല്ലി AI ഗ്രൂപ്പുകൾക്കും കടുത്ത പ്രതിഷേധമാണ്. ഒന്നിച്ചു നിന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തെ നേരിടാനാണ് AI ഗ്രൂപ്പുകളുടെ നീക്കം. അതിന്റെ ഭാഗമായാണ് ഇന്നലെ ചാണ്ടി ഉമ്മൻ പരസ്യമായി രംഗത്തെത്തിയത്. KPCC സെക്രട്ടറിമാരില്ലാതെ 77 പേരുടെ പട്ടികയാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. അതിൽ തന്നെ സ്ഥിരമായി ഭാരവാഹികളായി തുടരുന്നവരാണ് കൂടുതലും. ബാക്കിയുള്ളവരിൽ MLA-മാരെ കുടിയിരുത്തിയിട്ടുമുണ്ട്. വനിതാ പിന്നോക്ക പ്രാതിനിധ്യം ഉറപ്പാക്കുമെന്ന് പലതവണ KPCC നേതൃത്വം ആവർത്തിച്ചിട്ടുണ്ടെങ്കിലും അതിനും വലിയ വീഴ്ചയുണ്ടായിട്ടുണ്ടെന്ന പരാതിയും ശക്തമാണ്. 6 പേരെ പുതുതായി രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പുനഃസംഘടന നടത്തിയിരിക്കുന്നത്. 2011 UDF സർക്കാർ അധികാരത്തിലെത്തുന്ന വേളയിൽ പാർട്ടിയും സർക്കാരും തമ്മിലുള്ള ഏകോപനത്തിനായി രൂപീകരിച്ച ഈ സമിതിയാണ് പിന്നീട് രാഷ്ട്രീയകാര്യ സമിതിയായി മാറിയത്. കോൺഗ്രസിന്റെ ഭരണഘടന പ്രകാരം ഇത്തരമൊരു സമിതിയില്ലെങ്കിലും പിന്നീട് അതിനെ കേരളത്തിലെ ഒരു നയരൂപീകരണ സമിതിയാക്കി മാറ്റുകയായിരുന്നു. പാർട്ടിയിലെ നിർണായകമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന സമിതിയായി രൂപകൽപ്പന ചെയ്തിരുന്നത് കൊണ്ട് തന്നെ ഏറ്റവും പ്രമുഖരായ ഏതാനും നേതാക്കളെ മാത്രം ഉൾപ്പെടുത്തിയുള്ള ഒരു ചെറിയ സമിതിയായാണ് ഇതിന് തുടക്കം കുറിച്ചത്. എന്നാൽ പിന്നീട് അതും ഗ്രൂപ്പ് വീതം വെക്കലിന്റെ ഭാഗമായി മാറുകയും ഇപ്പോൾ ജംബോ സമിതിയാക്കി ഈ കമ്മിറ്റിയുടെ ലക്ഷ്യം തന്നെ ഇല്ലാതാക്കുകയും ചെയ്തെന്ന പരാതിയും ശക്തമായിരിക്കുകയാണ്. ഇതിനു പുറമെ 13 വൈസ് പ്രസിഡന്റുമാരെയാണ് ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത്. ഒരു വൈസ് പ്രസിഡന്റ് മാത്രം ഉണ്ടായിരുന്നിടത്തു നിന്നാണ് ഇതിപ്പോൾ 13-ലെത്തിയിരിക്കുന്നത്. 58 ജനറൽ സെക്രട്ടറിമാരെയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിലൊക്കെ തന്നെ പഴയ മുഖങ്ങൾക്കാണ് മുൻഗണന. പിന്നെ ഗ്രൂപ്പിന്റെ താല്പര്യമനുസരിച്ച് കുറച്ചുപേരെ കൂടി ഉൾപ്പെടുത്തിയെങ്കിലും പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരെ ഇക്കുറിയും അവഗണിച്ചുവെന്ന പരാതിയാണ് ആദ്യഘട്ടങ്ങളിൽ പല കോണുകളിൽ നിന്നും പുറത്തു വരുന്നത്. ഇന്നലെ പുറത്തിറക്കിയ പട്ടികയിൽ ഗ്രൂപ്പുകളൊന്നും അത്ര തൃപ്തരല്ല. പട്ടികയെക്കുറിച്ച് വിശദമായി പരിശോധിച്ച ശേഷം പ്രതികരണം ഉണ്ടാക്കുമെന്നാണ് AI ഗ്രൂപ്പ് വൃത്തങ്ങൾ പറയുന്നത്. തങ്ങളെ പൂർണ്ണമായി കേരളത്തിൽ നിന്നും തുടച്ചു നീക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ ഇനിയുള്ള അവസരങ്ങളെ കാര്യക്ഷമമായി ഉപയോഗിക്കണമെന്നുമാണ് ഇരു ഗ്രൂപ്പുകളുടെയും തീരുമാനം. ഇതിന്റെ ഭാഗമായി യോജിച്ച് മുന്നോട്ട് നീങ്ങാനും ഇരു ഗ്രൂപ്പുകളും തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ നിലവിൽ കേരളത്തിൽ AI ഗ്രൂപ്പുകൾ ശിഥിലമായ അവസ്ഥയിലാണ്. KC വേണുഗോപാൽ സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയാക്കുകയും VD സതീശൻ പ്രതിപക്ഷ നേതാവാകുകയും ചെയ്തതോടെ I ഗ്രൂപ്പിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായി. നേരത്തെ K കരുണാകരന്റെ മരണത്തോടെ I ഗ്രൂപ്പിന് പ്രസക്തി ഇല്ലാതായി. K മുരളീധരനെ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കരുണാകരൻ ശ്രമം നടത്തിയെങ്കിലും പലപ്പോഴും സ്വീകരിച്ച നിലപാടുകൾ അദ്ദേഹത്തിനെ പാർട്ടിയിൽ തന്നെ അപ്രസക്തനാക്കി മാറ്റുകയായിരുന്നു. പിന്നീട് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ വേർപിരിഞ്ഞു പോയവരെ ഒറ്റക്കുടകീഴിൽ കൊണ്ടുവന്നുവെങ്കിലും അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതൃസ്ഥാനം കൂടി നഷ്ടമായതോടെ അതെല്ലാം പിരിഞ്ഞുപോയി. അവരിൽ ബഹുഭൂരിപക്ഷവും ഇപ്പോൾ KC വേണുഗോപാലിനും VD സതീശനുമൊപ്പമാണ്. കേരളത്തിലെ കോൺഗ്രസിനുള്ളിലെ കേഡർ ഗ്രൂപ്പ് എന്ന് അവകാശപ്പെടാൻ കഴിയുന്നതായിരുന്നു A ഗ്രൂപ്പ്. AK ആന്റണിയുടെ പേരിലാണ് നിലനിന്നതെങ്കിലും ഉമ്മൻചാണ്ടിയാണ് ഗ്രൂപ്പിനെ നയിച്ചതും വളർത്തി വലുതാക്കിയതും. ഒരു തീരുമാനമെടുത്താൽ കാസർഗോഡ് മുതൽ പാറശാല വരെ എണ്ണയിട്ട യന്ത്രം പോലെ അത് നടപ്പാക്കാൻ സജ്ജമായിരുന്നു A ഗ്രൂപ്പ്. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യസ്ഥിതി മോശമായത് മുതൽ അത് ദുർബലമാകാൻ തുടങ്ങുകയും അദ്ദേഹത്തിന്റെ മരണത്തോടെ അത് പൂർണ്ണമാക്കുകയും ചെയ്തു. ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നപ്പോൾ തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗങ്ങളിൽ അദ്ദേഹം നൽകിയ നിർദ്ദേശം കാറ്റിൽ പറത്തി 2 പേർ KC വേണുഗോപാലിനൊപ്പം ചേക്കേറി. നേരത്തെ UDF കൺവീനർ ആയിരുന്നപ്പോൾ തന്നെ ബെന്നി ബെഹനാൻ ചാഞ്ചാട്ടം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഉമ്മൻചാണ്ടിയുടെ മരണത്തോടെ ആ ഗ്രൂപ്പിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായിരിക്കുകയാണ്. ഈ നിലയിൽ പോയാൽ കേരളത്തിലെ പാർട്ടിയിൽ തങ്ങൾ ഇല്ലാതാക്കുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് AI ഗ്രൂപ്പുകൾ ഒന്നിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഒപ്പമുള്ളവരെ കൂടെ നിർത്തിക്കൊണ്ടും വിട്ടുപോയ പരമാവധി പേരെ ഒപ്പം എത്തിച്ചുകൊണ്ടും നിർണായക ശക്തിയായി മാറുകയാണ് ലക്ഷ്യം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അങ്ങനെ കരുത്ത് കൈവരിച്ചില്ലെങ്കിൽ പിന്നെ ആർക്കും നിലനിൽപ്പുണ്ടാകില്ല എന്നാണ് അവരുടെ പക്ഷം.